സുരാജ്. ഹലോ. അതെ സാർ, ഇതത് തന്നെ. ഓക്കെ സാർ. പോയത് മുഴുവൻ VIP സെറ്റപ്പാ. അകത്ത് നിറയെ വമ്പ സ്രാവുകളാണെന്ന് ഉറപ്പാ. കുഴപ്പമാവുമോ സാറേ? താൻ അവരോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ. ആവശ്യമുള്ളപ്പോൾ വിളിച്ചോളാം. എന്നിട്ട് താൻ വണ്ടി കയറും. സാർ. എന്താ സാർ പ്രശ്നം? ഇങ്ങോട്ട് മാറി നിൽക്കണം. പട്ടാപ്പകല് നിനക്കൊക്കെ കയറി പൊലയാടാളല്ലടാ സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസ്. അത് പറയാ നീ ആരടാ? ആരോട് ചോദിച്ചിട്ടാ നായ നീ മുറിക്കകത്ത് കടന്നു വന്നത്? ചത്തുപോയി നിന്റെ തന്ത കള്ളവാറ്റുകാരൻ കാരിക്കുട്ടിയോട് ചോദിച്ചിട്ടാ. എന്താണോ കെട്ടിപ്പറിച്ച് നിലത്ത് കിടക്കുന്നത്? നിനക്കെന്താ ഇവിടെ കാര്യം? എവിടെയും കയറി വന്ന് എന്ത് തോന്നിയാസമാകാമെന്നാണോ? ലക്ഷണം മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണോ നല്ലത്? ഇത് ഏറിയ വേറെയാണ്. ഇത് ഏരിയ വേറെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എന്റെ അമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഏട്ടത്തിയമ്മയുടെ അച്ഛനുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് നമ്മളൊന്നും കണ്ടിട്ടുമില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. മാന്യന്മാരാകുമ്പോ ഇങ്ങനെയല്ല നേരം പോക്കുകളൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഈ കൂടെ ഉള്ളവന്മാരെ കൂട്ടി വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കും. ഡ്യൂട്ടിയും കിട്ടുമൊക്കെ അവിടെ സ്റ്റേഷനെ മതി. എന്നെ രക്ഷിക്കണം. സത്യമായിട്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഈ സാറിന്റെ ഓഫീസിൽ ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടാ ഇവരെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഉണ്ണികൃഷ്ണ, ചുമ്മാ സമയം കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാനം കെടാൻ നിൽക്കാതെ വണ്ടി വിടുന്ന നിനക്ക് നല്ലത്. അതല്ലെങ്കിൽ കളി മാറും. പറയുന്ന അമ്മാവനാ. അമ്മാവനും കിമ്മാവനും ഒക്കെ കുടുംബത്തില് ഇതുപോലെ എട്ടും പൊട്ടും തിരിയാത്ത പാവം പെൺകുട്ടികൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അവരുടെ മാനം കളഞ്ഞ് മാന്യന്മാരെ നേരം പോക്കുന്ന ഈ കൂട്ടുകച്ചവടത്തിൽ അമ്മാവനല്ല, സ്വന്തം അച്ഛനായാലും ശരി, അത് കണ്ടില്ലെന്നടിക്കാൻ ഈ കാക്കിയിട്ട് ജോലി ചെയ്യാൻ ഇറങ്ങിയ തന്തയ്ക്ക് പറഞ്ഞവരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്കെന്നെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വിനോദ്, അറസ്റ്റ് ചെയ്യണം. എന്താ കാര്യം? എന്താ പ്രശ്നം? തലങ്ങും വിലങ്ങും തരണീമണികളുമായി ഒരുത്തനെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നാൽ അത് എന്ത് കേസാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധി പോലും ഇല്ലല്ലോടോ മരുമോങ്കണാപ്പാ. ജ്യേഷ്ഠന്റെ അമ്മായിയപ്പനെ പെണ്ണുപിടിയണെന്ന് താറടിച്ച് കാണിച്ചിട്ട് വേണോടോ തന്റെ അനിയനെ നാട്ടുകാരുടെ കയ്യടി വാങ്ങാൻ? പാടോ. ഞാൻ എന്തായി കേട്ടത്? എന്താടാ ഇതൊക്കെ? നിന്നോടാ ചോദിച്ചത്. അമ്മാവൻ എന്ത് തെറ്റാ ചെയ്തത്? ആരെയും മനഃപൂർവ്വം കരിവാരത്തേക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു, അത്ര തന്നെ. അമ്മാവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഈ ഏട്ടന്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് നാക്കറയ്ക്കും. ഇനി അത് അറിഞ്ഞേ തീരുന്നുണ്ടെങ്കിൽ ഇത് അയാളോട് ചോദിക്കേ. നിന്റെയൊക്കെ കെട്ടികളുമായിട്ട് ശൃംഖരിക്കാൻ വേണ്ടി എല്ലാ ഫോണോട് വെച്ചിരിക്കുന്നത്. ആളും തരവും നോക്കാതെ പോക്കൃത്തരം കാണിച്ചാൽ പോരാഞ്ഞ് പിന്നെ നിന്നെയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങോട്ട് കയറി വരണം അല്ലടോ? ഹോം മിനിസ്റ്റർ എന്നെ നേരിട്ട് വിളിച്ചത്. അതുകൊണ്ട് നോ ആർഗ്യുമെന്റ്സ്. ഇപ്പൊ റിലീസ് ചെയ്യണവരെ ഇറ്റ്സ് മൈ ഓർഡർ. ക്ഷമിക്കണം സർ, എന്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിലുള്ള ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഞാൻ ഒരു അറസ്റ്റ് ചെയ്തത് വിത്ത് ക്ലീൻ എവിഡൻസ്. ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഏത് മൊഴിയുടെ അടിസ്ഥാനത്തിലായാലും ആരോട് ചോദിച്ചിട്ടാ, ഏത് പ്രോട്ടോകോളിന്റെ അധികാരം വെച്ചാ വെറും ഒരു SI ആയി താൻ അവിടെ കയറി ചെന്നത്? സാറ് പറഞ്ഞ ഈ പ്രോട്ടോകോളിന്റെ അധികാരം വെച്ച് അവിടെ കയറി ചെല്ലാൻ നക്ഷത്രത്തിന്റെ എണ്ണം ഇത് പോരാ എന്നെനിക്കറിയാം. പക്ഷെ വെറും ഒരു SI ആയിട്ട് സാറാണ് അവിടെ കയറി ചെന്നതെങ്കിൽ ഇതുപോലെയുള്ള കൊമ്പന്മാരുടെ അധികാരമുറികളിൽ കൂടെ കിടക്കുന്നത് സ്വന്തം അമ്മയും പെങ്ങളും ആണെങ്കിലും പ്രോട്ടോകോൾ അനുസരിച്ച് സാർ അവരെ സല്യൂട്ട് ചെയ്ത് വേണ്ട ഒത്താശ ചെയ്യുമായിരിക്കും, അല്ലേ സാർ? മൈൻഡ് യുവർ വേർഡ്സ്. യെസ്, SP മഹേഷ് ഹിയർ.
തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ ആ തലതിരിഞ്ഞ എസ് ഐമായി വട്ടം കൂടിയിരുന്ന് ചീട്ട് കളിക്കാനല്ല. നിന്ന് സമയം കളയാതെ ഇറക്കി വിടണോ അവരെ. സർ, ആ കരുണാകര മേനോൻ ആരാണെന്ന് അറിയാടോ തനിക്ക്? പൊളിറ്റിക്സിൽ കരിമൂർക്കന്റെ വിഷമുള്ള എനാത്. ഏതോ ഒരു വകതിരിവില്ലാത്തവൻ കാക്കിയിട്ട് കാണിച്ച മണ്ടത്തരത്തിന്റെ പേരില് ഞാനൊക്കെ ഈ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി ഇരിക്കണോടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. എന്നാ നാട്ടുകാരെ അറിയിക്കാതെ ഇറക്കി വിടറോ. യെസ് സർ. ഹോം മിനിസ്റ്ററാ, താൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞാൻ ഇവരെ ഇറക്കിക്കൊണ്ട് പോകും. ഇൻ മൈ ഓൺ റിസ്ക്. വേണ്ട സർ, അങ്ങനെ എനിക്ക് വേണ്ടി എന്നെ സീനിയർ ഓഫീസർ റിസ്ക് എടുക്കണ്ട. ഞാനല്ലേ പിടിച്ചോണ്ട് വന്ന്, ഞാൻ തന്നെ വിട്ടയച്ചേക്കാം. മുകളിൽ നിന്ന് വിളിച്ചു പറയാൻ ഹോം മിനിസ്റ്ററും പ്രധാനമന്ത്രിയൊക്കെ ഉള്ളവരുടെ മുന്നിൽ പെണ്ണിന്റെ മാനത്തിനും ഈ എസ് ഐയുടെ കാക്കിക്കുമൊക്കെ എന്ത് വിലയാണുള്ളത് അല്ലേ? വിനോദ് സർ, അവരെ വിട്ടേക്ക്. അങ്ങനെ നിന്നെ പോലെ ഒരു ഓഞ്ഞ എസ് ഐയുടെ ഔദാര്യം കിട്ടിയിട്ട് വേണ്ട ഈ കരുണാകര മേനോന് പുറത്തിറങ്ങാൻ. SP സാർ ചെല്ലേ, എനിക്ക് പോകാനുള്ള വണ്ടി വേറെ വരും. എടാ ഉണ്ണിക്കണ്ണ, മര്യാദയ്ക്ക് ഞാൻ അവിടുന്ന് പറഞ്ഞതാ നിന്നോട്, മാനം കെടാൻ നിക്കണ്ടാന്ന്. അതങ്ങ് കാറ്റിപ്പറത്ത് നീ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇപ്പൊ എനിക്ക് തൊണ്ടയിൽ കഴിച്ചത് ചുമ്മാ അങ്ങ് തുപ്പിക്കളയാൻ. ഈ കരുണാകര മേനോൻ വേറെ ജനിക്കണം. അമ്മാവ, അതിനിപ്പോ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ണിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. നിന്നെ പോലെ ഒരു ഉണ്ണാക്കന്റെ കോപ്പുണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത എന്റെ പൊളിറ്റിക്കൽ ഇമേജ് മണ്ണാങ്കട്ട. മതി പ്രസംഗിച്ച്, ബാക്കി പ്രസംഗമൊക്കെ സ്റ്റേഷന് പുറത്ത്. സ്റ്റേഷന് പുറത്ത് കിടക്കാൻ പോകുന്ന പ്രസംഗമല്ലടാ, പ്രകടനമാ. ഈ കരുണാകര മേനോൻ ആരാണെന്ന് നീയൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഒരൊറ്റ രാത്രി കൊണ്ട് മന്ത്രിസഭ മറിച്ചിട്ടവനാ ഞാൻ. അത് വെച്ച് നോക്കുമ്പോ നിന്നെ പോലെ രംബോക്കിയെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കൊരു രാത്രി മുഴുവൻ വേണ്ടടാ. നിന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് പാതിരാക്കി പൂവൻകോഴി കൂവിയിട്ടില്ലെങ്കിൽ എന്റെ പേര് ഈ നിൽക്കുന്ന നിന്റെ ആണും പെട്ടൊക്കെ ഏട്ടൻ ഇട്ടോടാ. പിടിച്ചിറക്കിക്കൊണ്ട് വാടോ എന്റെ മോളെ മക്കളെ. എന്താ ആരാ നിങ്ങളൊക്കെ? എന്താ പിന്നെ കുന്തൻ നായര് മുടങ്ങാതെ 4 നേരം വെള്ളവും പിണ്ണാക്ക് കൊടുത്ത് നിങ്ങൾ പോറ്റി വളർത്തിയ അമ്പലക്കാളെ ഉണ്ടല്ലോ ഉണ്ണിക്കിട്ടൻ. അവൻ ഈ കുടുംബത്തിലുള്ളിടത്തോളം കാലം എന്റെ മോളും മക്കളും ഇവിടെ വാഴണ്ട അത്ര തന്നെ. നിങ്ങൾ എന്തായി പറയുന്നേ? ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടാവാതിരിക്കാനാ. അമ്മയും മക്കളും തിരിച്ചറിയാത്തവൻ അവൻ. അള്ള ചത്തുപോയ വീട്ടിൽ അവനൊക്കെ ഇനി എന്റെ മോള് വെച്ച് വിളമ്പി കൊടുത്താൽ അവൻ എന്റെ മോളെ കയറി പിടിക്കും. വൃത്തികെട്ടവൻ. ഞാൻ എന്തൊക്കെ കേൾക്കുന്നത്? ഇപ്പൊ ഇത്രയൊക്കെ കേട്ടാ മതി. ബാക്കി നായരുടെ മോനും എന്റെ മരുമോനും ഒക്കെ വരുമ്പോ അവരോട് ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അതൊക്കെ വീട്ടിൽ ചെന്ന് വിശദമായിട്ട് പറയാം. മര്യാദയ്ക്ക് വണ്ടി കയറ്. ഞാൻ വരില്ല. അച്ഛൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? കാര്യം എന്താണെന്ന് എനിക്കറിയാം. അവിടെ ഒരു കാര്യം എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറണം. എന്റെ മോളെ മക്കളെ കൊണ്ടുപോരുത്. എന്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് പിടിക്കാം. അവരെ കൊണ്ടുപോരുത്. എന്താ രാമകൃഷ്ണ, എന്താ അവിടെ ഉണ്ടായത്? എന്തിന്റെ പേരിലാ സേതുവിനെയും കുഞ്ഞുങ്ങളെയും അവിടെ അച്ഛൻ വന്ന് പിടിച്ചോണ്ട് പോയത്? പിടിച്ചിറക്കിക്കൊണ്ട് പോയത് അവളുടെ അച്ഛനല്ലേ. അതെന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അതെനിക്ക് പറയാൻ അറിയില്ല.